ഉമറുൽ ഖാദി ബിലംകുത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഈ പറഞ്ഞ സ്വല്ലൽ ഇലാഹു എന്ന് പറയുന്ന ആ ഖസീദയിൽ കാണാം ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. നബി തങ്ങളെ സ്നേഹിക്കുക, നബി തങ്ങളെ മദ്ഹ് പറയുക, അത് ഖൈറുൽ അമൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്, ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. നേരത്തെ ഞാൻ ചൊല്ലിയില്ലേ, ഇതൊക്കെ വിശദമായി പറയേണ്ടതാണ്. മഹാനായ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ വിത്തിരിയ, ആ വിത്തിരിയ അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും 21 വരി വീതം ഖസീദയാണ്. ഉസ്വല്ലി സ്വലാത്തൻ തംലഉൽ അർള വസ്സമാ എന്ന് തുടങ്ങുന്ന ഓരോ ഹർഫിനും നല്ല കർണാനന്ദകരമായ ഖസീദ. ഓരോ അലിഫ് ബ ത സ ഓരോ അക്ഷരങ്ങൾക്കും 21 വരി വീതം മഹാനവറുകൾ എഴുതി. അതിൽ മീമിന്റെ ഖാഫിയക്ക് 22 വരിയാക്കി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണല്ലോ മുഹമ്മദ് എന്ന് പറയുന്നത്. വളരെ ശറഫുള്ള പേരാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. ആരെങ്കിലും തൻ്റെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഹുബ്ബ്, ബഹുമാനത്തിന്റെ ഭാഗമായി മുഹമ്മദ് എന്ന് പേരിട്ടാൽ അതിന് വലിയ നേട്ടങ്ങളുണ്ട്, ബഹുമതിയുണ്ട് എന്നൊക്കെ ഹദീസിൽ തന്നെയുള്ളതാണ്. അപ്പൊ ആ മീമിന്റെ ഖാഫിയക്ക് 22 വരി. തമിഴ്നാട്ടിൽ കായൽപട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരുപാട് ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ദർസിൽ മുത്തഅല്ലിമീങ്ങളൊക്കെ പ്രാഥമികമായി സ്വറഫ് നഹ്വിന്റെ കിതാബുകളൊക്കെ ഓതും. ആ കിതാബുകളിൽ വലിയൊരു ശതമാനം കിതാബുകളുടെ രചന നിർവഹിച്ച മഹാന്മാരൊക്കെ ജനിച്ച് വളർന്ന് പലരും അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് കായൽപട്ടണം. അവിടെ ജനിച്ച് ഏർവാടിക്കടുത്ത കീഴ്ക്കരൈ, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയൊരു മഹാനുണ്ട്, സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റഹിമഹുല്ലാഹ്. ഏർവാടിയിൽ പോകുന്ന ആളുകളൊക്കെ സിയാറത്തിന് പോയിട്ടുണ്ടാകും. നമ്മൾ സാധാരണ ഖുത്ബിയ്യത്ത് ചൊല്ലുമല്ലോ, ആ ഖുത്ബിയ്യത്തിന്റെ ഖസീദ അത് മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിന്റേതാണ്. മഹാനവറുകൾ ഈ ഖസീദത്തുൽ വിത്രിയക്ക് ഒരു തഖ്മീസ്, പഞ്ചവൽക്കരണം. തഖ്മീസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 വരി കവിതകളെ 5 വരിയാക്കി. ആ മൂലവരികളായ 2 വരി നിലനിർത്തി 3 വരി തന്റെ വക കൂട്ടിക്കൊടുക്കുക. അങ്ങനെ മഹാനവറുകൾ ഒരു പഞ്ചവൽക്കരണം നടത്തിയിട്ടുണ്ട്. പുറമെ 21 വരികൾക്ക് ഒരു 8 വരി വീതം കൂട്ടിയിട്ട് അത് 29 വരിയാക്കിയിട്ടുണ്ട്. അതിൽ മഹാനവറുകൾ റായിന്റെ ഖാഫിയയിൽ പറഞ്ഞതുമാണ്, റവാതീബ ഔറാദി കസീറൻ തറത്തുഹാ لشغلي بورد المديح لشافي